കരമന മരുതൂർക്കടവിൽ ഇന്നലെ അഖിൽ എന്ന യുവാവിന്റെ ജീവനെടുത്ത പ്രതികൾ വിനീത്, അനീഷ്, അപ്പു, കിരൺ. പേരിലെ നൈർമല്യമൊന്നും ഈ നിഷ്ഠൂരന്മാരുടെ സ്വഭാവത്തിലില്ല. അത്യന്തം അപകടകാരികളായ ക്രിമിനലുകൾ. 2019 സമാനമായ കൊലപാതകം നടത്തിയ അതേ പ്രതികൾ. തിരുവനന്തപുരം കൊഞ്ചിറവിള സ്വദേശി അനന്തു ഗിരീഷ് എന്ന യുവാവിനെയാണ് മൃഗീയമായി ഇതേ പ്രതികൾ കൊന്നത്. സമാനമായ സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ പോലീസ് പറയുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ബാർ ഹോട്ടലിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തിന്റെ ഭാഗമായി തർക്കമുണ്ടായി. അതിന്റെ പേരിൽ അവരിവിടെ വന്ന് അനന്തുവിന് സമാനമായി ഇവനെ പിടിച്ചോണ്ട് പോവുകയായിരുന്നു ഇവിടുന്ന്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ 90 ദിവസത്തിനുള്ളിൽ പോലീസ് അനന്തു വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. എന്നിട്ടും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് പ്രതികൾ അടുത്തിടെ ജാമ്യത്തിലിറങ്ങി. അപകടകാരികളായ പ്രതികളെ തുറന്നുവിട്ട നിയമ സംവിധാനത്തിൽ പോലീസും പകച്ചു നിൽക്കുകയാണ്. കാരണം മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ച് ബോധം നഷ്ടപ്പെട്ട് കുറ്റവാസനയോടെ നടക്കുന്ന പ്രതികൾ. അവരെ തുറന്നുവിട്ടാൽ സംഭവിക്കുന്ന അപകടം മുഴുവൻ പോലീസ് അനന്തു വധക്കേസ് കുറ്റപത്രത്തിൽ വിവരിച്ചിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് കോടതിക്ക് ജാമ്യം നൽകാൻ തോന്നിയതെന്ന അത്ഭുതമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക്. ഹായ്, നമസ്കാരം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമായി മാറുകയാണോ? ഇന്നലെ അഖിൽ, ഇന്ന് അനന്തു, ഇനി നാളെ ആരാകും? പോലീസ് എത്ര ശ്രമിച്ചിട്ടും അവർക്ക് എങ്ങനെ ജാമ്യം കിട്ടി? കഴിഞ്ഞ 24 മണിക്കൂറിൽ 3 ജില്ലകളിൽ നടന്ന ഗുണ്ടാവിളയാട്ടങ്ങൾ മാത്രമാണ് ചാനലുകളിലെ ചർച്ച. കൊല്ലത്തൊരു മാധ്യമപ്രവർത്തകന് നേരെയാണെങ്കിൽ പത്തനംതിട്ടയിൽ ഒരു വീട്ടിലേക്കും. കൊല്ലത്ത് 24 വാർത്താ സംഘത്തിന് നേരെ ആക്രമണം. പുളിക്കട കോളനി സ്വദേശി ജോണിയാണ് 24 ചീഫ് റിപ്പോർട്ടർ അരുൺ രാജിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. ചിന്നക്കടയിലെ 24 ഓഫീസിന് സമീപത്ത് ലൈവ് ചെയ്യുന്നതിനിടയിൽ കത്തിയും ബിയർ കുപ്പിയും വീശിയായിരുന്നു ആക്രമണം. ഓഫീസിലും അതിക്രമിച്ചു കയറിയ പ്രതി അരുൺ രാജിന് നേരെ വധഭീഷണിയും മുഴക്കി. ഇവർക്ക് നമ്മളെ കാണുമ്പോൾ പുച്ചോ ഇല്ല. ഇവിടുത്തെ 24 പുച്ചോ കാണിച്ചാല് അവരെ മീശ മൊത്തം ഓരോന്ന് പിടിയെടുക്കും. കാണണോ? ആനൊക്കെ 10 വർഷം കോളിനാവുന്ന പത്തനംതിട്ട മെഴുവേലിക്ക് സമീപം ആലക്കോട് എന്ന സ്ഥലത്താണ് വീടിന് നേരെ 5 അംഗ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. വീടിന്റെ ജനൽ ചില്ലുകൾ അക്രമികൾ അടിച്ചു തകർത്തു. വീടിന്റെ പോർച്ചിലുണ്ടായിരുന്ന കാറിന്റെ ചില്ലും അക്രമികൾ അടിച്ചു തകർത്തു. അതിനുശേഷം വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെയും ചില്ല് ഈ മുഖംമൂടി സംഘം അടിച്ചു തകർത്തു. ഇതാണ് വീടിന്റെ മുന്നിൽ കിടന്നിരുന്ന കാറിന്റെ പുറകുവശത്തെ ചില്ലാണ് പൂർണ്ണമായും അടിച്ചു തകർത്തത്. വീടിന്റെ പോർച്ചിനകത്തുണ്ടായിരുന്ന കിടന്നിരുന്ന കാറാണിത്. ആ കാറിന്റെയും പുറകുവശത്തെ ചില്ല് അക്രമികൾ പൂർണ്ണമായും തല്ലി തകർത്തു. വീടിന്റെ പുറവശത്തുണ്ടായിരുന്ന ഭാഗത്തെ ജനൽ ചില്ലുകളും ഈ മുഖംമൂടിധാരികൾ അടിച്ചു തകർത്തു. മുഖംമൂടിധാരികൾ വീട്ടിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വീടിന്റെ 4 വശത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ CCTV